ഗസയിലെ ജനങ്ങളുടെ ദുരിതം ലോകത്തിൻ്റെ കണ്ണീരായി മാറുന്നു. ലോകരാജ്യങ്ങൾ ഗസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നു. പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി പോലും ലോകം ആവശ്യമുയർത്തുന്നു. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന US-ഉം ഇസ്രായേലിനെ കൈവിടുകയാണോ? ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ വംശഹത്യയെന്നും ലോകം വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പട്ടിണിയും ആയുധങ്ങളും ദിനംപ്രതി നിരവധി ജീവനുകൾ അപഹരിക്കുന്നു. ഇസ്രായേലിൻ്റെ ആഗോള പ്രതിച്ഛായ കുറയുന്നു. അതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ആശങ്കയുണ്ട്. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയേക്കാൾ ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത് ആഗോളതലത്തിൽ ഇസ്രായേലിൻ്റെ ഇമേജിനുണ്ടാകുന്ന ഇടിവാണ്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഗാസയിലെ ജോലി പൂർത്തിയാക്കാൻ ട്രംപ് പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെടുകയാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പലസ്തീൻ അനുകൂല വികാരം ആഗോളതലത്തിൽ വളരുന്നു. ഇസ്രായേലിനുള്ള പിന്തുണ വാങ്ങുന്നത് ട്രംപ് അംഗീകരിക്കുകയും ചെയ്യുന്നു. US കോൺഗ്രസിലെ ഇസ്രായേൽ അനുകൂല ലോബിയെ ട്രംപ് വിമർശിക്കുകയും ചെയ്തു. വെടിനിർത്തലിനും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനുമുള്ള ആവശ്യം ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ പരാമർശങ്ങൾ. ഗാസ യുദ്ധത്തിൽ US-ലെ പുതുതലമുറയുടെ പിന്തുണ ഹമാസിനോ? അങ്ങനെയൊരു സർവേ ഫലമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. US-ലെ പുതുതലമുറയിലെ 60% പേരും ഇസ്രായേലിനേക്കാൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് സർവേ അവകാശപ്പെടുന്നത്. 18-നും 24-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഹമാസിനോട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന് ഈ ആഴ്ച പുറത്തിറക്കിയ ഹാരിസ് പോൾ സർവേ ഫലം പറയുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ നിങ്ങൾ ഇസ്രായേലിനെയാണോ അതോ ഹമാസിനെയാണോ കൂടുതൽ പിന്തുണയ്ക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഓൺലൈനിലൂടെ നടത്തിയ സർവേയിൽ ചോദിച്ചത്. 25-നും 34-നും ഇടയിൽ പ്രായമുള്ളവരിൽ 65% പേരും ഹമാസിനേക്കാൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് പറഞ്ഞത്. 35-നും 44-നും ഇടയിൽ പ്രായമുള്ളവരിൽ 70% പേരും ഇസ്രായേലിനൊപ്പമായിരുന്നു. 45-നും 55-നും ഇടയിൽ പ്രായമുള്ളവരിൽ 74% പേരും ഇസ്രായേലിനെ അനുകൂലിച്ചു. 55-നും 64-നും ഇടയിൽ പ്രായമുള്ളവരിൽ 84% പേരും ഇസ്രായേലിനെ അനുകൂലിക്കുകയും ഹമാസിനെ തള്ളിക്കളയുകയും ചെയ്തു. 65 വയസ്സ് കഴിഞ്ഞവരിൽ 89% പേരും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചു. എല്ലാ പ്രായത്തിലുള്ളവരും സർവേയിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ 74% പേരും ഇസ്രായേലിനെയാണ് അനുകൂലിച്ചത്. അതേസമയം 26% അമേരിക്കക്കാർ ഹമാസിനെ പിന്തുണച്ചു. റിപ്പബ്ലിക്കന്മാരിൽ 82% പേരും ഇസ്രായേലിനെയാണ് തിരഞ്ഞെടുത്തത്. 67% ഡെമോക്രാറ്റുകളും ഇസ്രായേലിന് അനുകൂലമായാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഹമാസ് ഗാസ വിട്ടാൽ മാത്രമേ ഇസ്രായേൽ ഒരു ബന്ദി കരാറിന് സമ്മതിക്കാവൂ എന്ന് 58% അമേരിക്കക്കാരും കരുതുന്നതായി സർവേ പറയുന്നു. അതിനിടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഫാവി കൊല്ലപ്പെട്ടിരുന്നു. അതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായ സ്കാർലറ്റ് റേയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് നടത്തിയതെന്ന് ഹൂതി വക്താവ് വ്യക്തമാക്കി.